എൻ്റെ പേര് റോസമ്മ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ 2 കാലിൻ്റെ മുട്ട ഓപ്പറേഷൻ ചെയ്ത് 6 മാസം കഴിഞ്ഞപ്പോഴും എനിക്കത് ഒട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, വേദന, അങ്ങനെയൊക്കെ കിടന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, യൂട്യൂബിൽ അത്ഭുത ജപമാല കാണുക, മാറി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനകത്തൊന്നും ഒരു താല്പര്യവും തോന്നിയില്ല. ഞാൻ ചുമ്മാ കിടന്ന് ഒരു ദിവസം അത്ഭുത ജപമാല വെച്ചു, ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഗുളിക കഴിക്കണ്ട എന്ന് എന്നോട് ആരോ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എപ്പോഴും അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പഴയ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ഒരു ചേച്ചി കാലിൻ്റെ നഖത്തിൻ്റെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നു, അത് മറയ്ക്കാൻ വേണ്ടി ട്യൂടെക്സ് ഇടുന്നെന്ന്. അപ്പം ഞാനവിടെ ട്യൂടെക്സ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയെ, ഞാനാണല്ലോ ഇത് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. പുതിയ നഖം വരുന്നെന്ന് പറഞ്ഞു. എനിക്ക് പുതിയ നഖം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമായി. പിന്നെ ഞാൻ മുട്ടുവേദനയും മാറി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ മോളുടെ കുഞ്ഞിന് അമേരിക്കയിൽ ഒരു ഓട്ടിസം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ, ഇതേ ഈ അത്ഭുത ജപമാല നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അത്ഭുത ജപമാല ഭയങ്കര അനുഗ്രഹമുള്ള, നമുക്കൊരു കാര്യം ചെയ്യാം, അത് നമുക്ക് തുടർച്ചയായിട്ട് അച്ഛൻ പറയുന്നു 90 ദിവസം പ്രാർത്ഥിച്ചോളാൻ പറയുന്നു. നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. മോളൊരു കൂട്ടുകാരിയും കൂടെ വെച്ചു, നമുക്ക് 3 പേർ കൂടെ അങ്ങ് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നിർത്താതെ 90 ദിവസം പ്രാർത്ഥിച്ചു. 75-80 ദിവസമായപ്പം കൊച്ചു ഭയങ്കര ശാന്തമായി, ഭയങ്കര ആക്റ്റീവായി, ഭയങ്കര ഇതായിരുന്നു കൊച്ച്. ശാന്തമായി, മരുന്നുകളെല്ലാം നിർത്തി. കൊച്ചു പിന്നെ എന്നാലും സംസാരിക്കത്തില്ല, അങ്ങനെയുള്ള കൊച്ചാ. എന്നാലും ഒരുപാട് വ്യത്യാസമായി. അച്ഛൻ അന്നേരം പറഞ്ഞു 100-200 ഒക്കെ ചെല്ലിക്കോളാം. ഇപ്പൊ ഞങ്ങൾക്ക് 115 വലിയ വ്യത്യാസമായി, ഒത്തിരി വ്യത്യാസമായി. നന്ദി പറഞ്ഞേ. കണ്ടോ? അപ്പോൾ ദീർഘകാലം ഈ ഓട്ടിസം അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഇങ്ങനത്തെ രോഗങ്ങൾ മാറണമെങ്കിൽ ദീർഘകാല ആ വാക്ക് ശ്രദ്ധിക്കുക. 90 ദിവസമല്ല, ദീർഘനാൾ, ഒരു 200-250 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാലയിൽ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടില്ലേ, 75 ജപമാലയൊക്കെ ചെല്ലിയപ്പോൾ എന്താ പറയുക, വലിയ വ്യത്യാസമായി അല്ലേ? വലിയ വ്യത്യാസമായി. മരുന്നൊക്കെ വളരെയധികം കുറച്ചു. ആഹാരം ഭയങ്കര വിശപ്പുള്ള കൊച്ചിന്റെ വിശപ്പ് നിന്നു, ആഹാരം നിന്നു, അതെല്ലാം നിന്നു. അപ്പൊ അതങ്ങനെ ഒത്തിരി വ്യത്യാസമായി. പിന്നെ അപ്പൊ വീട്ടിൽ എനിക്ക് വരാൻ പറ്റാഞ്ഞോണ്ട് വീട്ടിലിരിക്കുന്ന ജോലിക്കാരിയെ ഞാൻ പറഞ്ഞു വിട്ടു. ചെന്നൊന്ന് പ്രാർത്ഥിച്ച് ഒരു ശനിയാഴ്ച ചെന്നിട്ട് ഉപ്പും എണ്ണയും ഇതെല്ലാം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു വിട്ടു. ആ പുള്ളിക്കാരി ഇവിടെ വന്ന് ഇതെല്ലാം മേടിച്ച് എനിക്ക് കൊണ്ട് തന്നു. ഞാൻ ഉപ്പ് വിതറിയും. പിന്നെ ഞാനങ്ങ് പ്രാർത്ഥനയായത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒത്തിരി പറയാൻ മേലാത്ത പോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. ഉണ്ട്. പിന്നെ ഉപ്പ് കത്തറിയിട്ട് പല്ലി പാറ്റ അങ്ങനെ എല്ലാം മാറിപ്പോയി. അതൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇവിടെ ചിലരൊക്കെ പുതിയതായിട്ട് വന്നതായിരിക്കേ. അപ്പൊ ഉപ്പ് കത്തറിയപ്പോ പല്ലി പാറ്റയൊക്കെ മാറിപ്പോയി, പല്ലി പാറ്റ എലി എല്ലാം മാറി. അവിടെ ശാന്തമായി, വീട് വഴക്കില്ല, സമാധാനമായി. അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.